പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് എലിയ ശ്രീ വമൂശക്കാലങ്ങളിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളെ നമുക്ക് ഓർമ്മിക്കാം. കുരിശിലെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങളെയും ചേർത്ത് വെച്ച് അതിനർത്ഥമുണ്ടെന്ന് കണ്ടെത്താനും രക്ഷാകരമാക്കി മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24 അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ലോകാവസാനത്തിന്റെയും ഈശോയുടെ രണ്ടാം വരവിന്റെയും സൂചനകൾ നൽകി ഈശോ ഇവിടെ സംസാരിക്കുന്ന മറ്റൊരു പ്രബോധനമാണിത്. ശിഷ്യന്മാർ ഈശോയെ ജെറൂസലേം ദേവാലയത്തിന്റെ പണിയുടെ മനോഹാരിത കാണിച്ചു കൊടുത്തപ്പോൾ അവയുടെ പുറമേയുള്ള ഭംഗികളിലേക്കല്ല, മറിച്ച് ഈ ഭൗതിക സൗന്ദര്യമെല്ലാം നശിക്കുകയും എല്ലാം തകിടം മറയുകയും ഈശോയിലുള്ള വിശ്വാസം മാത്രം കാണപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണമെന്ന് ഈശോ പെട്ടെന്ന് അവരുടെ ചിന്തയെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. ഈ സുവിശേഷ ഭാഗം ഈ ദേവാലയത്തിന്റെ ഭംഗി ഈശോയെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുന്ന ഈ ഭാഗം പറഞ്ഞു തുടങ്ങുമ്പോൾ ഈശോ അവരുടെ ആ ചിന്തയെ, ലൗകികമായ ലോകത്തിന്റെ ഭംഗിയും സൗന്ദര്യവും ഉള്ള ചിന്തയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും സുപ്രധാനമായത് ഇതിന് ഇളക്കം തട്ടുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആഴം ശരിക്കും അളക്കപ്പെടുന്നത്. ഈശോ പറയുന്നു, ഈ കാണുന്ന ഭംഗിയും ഈ കാണുന്ന സൗന്ദര്യവും സുഖവും എല്ലാം നശിക്കും. അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്താണ്, നമ്മളിലുള്ളത് എന്താണ്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണെന്നൊക്കെ അളക്കപ്പെടുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നും അത് ശരി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർക്കും ഏറ്റവും പ്രധാന കാര്യങ്ങൾക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും നമുക്ക് തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ ആഴവും ഒക്കെ മനസ്സിലാകുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും. നമ്മൾ ആരാണെന്നും നമ്മുടെ കൂടെയുള്ളവരാരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സഹായം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സഹായങ്ങളും ഒക്കെയാണ്. ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് പണമുള്ളപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ കൂട്ടുകാർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ദരിദ്രനാകുമ്പോൾ, ഒന്നുമില്ലാത്തവനാകുമ്പോൾ അവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആര് കൂട്ടത്തിൽ നിൽക്കും, ആര് സഹായത്തിനുണ്ടാവും എന്നുള്ളതനുസരിച്ച് മറ്റുള്ളവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈശോ പറയുന്ന വേദനകളുടെയും പരീക്ഷണങ്ങളുടെയും സങ്കടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ കാലം വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ട്. എല്ലാം നല്ലതായി പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലും ദൈവത്തോട് അതേ മനസ്സോടെ ചേർന്ന് നിൽക്കാൻ സാധിക്കുമോ എന്ന് ദൈവത്തോടുള്ള വിശ്വസ്തത പരീക്ഷിക്കപ്പെടുന്നത് സഹനങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളും സ്നേഹിതരും കൂട്ടുകാരും ഒക്കെ എത്തരത്തിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഏതവസരത്തിലും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് വിശ്വസ്തരായിരിക്കുവാനും സ്നേഹബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുമുള്ള ഒരു വലിയ ദൈവികമായ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രലോഭനങ്ങളുടെയും വിഷമങ്ങളുടെയും സഹനങ്ങളുടെയും അവസരങ്ങളിൽ അങ്ങയോടുള്ള വിശ്വസ്തത വെല്ലുവിളിക്കപ്പെടുന്ന, ചലഞ്ച് ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ അവരാരാണെന്ന്, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന അവസരങ്ങളിൽ അതിലൊന്നും മനസ്സ് പതറാതെ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ആഴത്തിൽ ഉറച്ചു നിൽക്കുവാനും ഏത് വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നശിച്ചു പോകാൻ അങ്ങ് അനുവദിക്കുകയില്ല എന്ന വലിയ ബോധ്യത്തിലേക്ക് വരുവാനും കർത്താവെ ഞങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.